മാരുതി സുസുക്കി ഏതാനും വർഷങ്ങളായി ഒരു ഇലക്ട്രിക് വാഹനത്തിൽ പ്രവർത്തിക്കുന്നു. നിർമ്മാതാക്കളുടെ ജനപ്രിയ മോഡലായ വാഗണാറിൻ്റെ രൂപകൽപ്പന അടിസ്ഥാനമാക്കിയാണ് ഇത് ഒരുങ്ങുന്നത്. നിലവിൽ പുതിയ വാഗണാർ EV പുറത്തിറക്കുന്നതിനെക്കുറിച്ച് കമ്പനി ഔദ്യോഗിക വിവരങ്ങളൊന്നും പുറത്തുവിട്ടിട്ടില്ല. എന്നിരുന്നാലും ഇലക്ട്രിക് വാഹനത്തിൻ്റെ ചില പുതിയ സ്പൈ ഷോട്ടുകൾ ഇപ്പോൾ ഇൻ്റർനെറ്റിൽ പ്രചരിക്കുന്നുണ്ട്. അതിൽ കാമോഫ്ലാഗിനാൽ മറയ്ക്കാത്തതിനാൽ വാഗണാർ EV എങ്ങനെയാണെന്ന് നമുക്ക് വ്യക്തമായി കാണാൻ കഴിയും. വർഷങ്ങളായി വാഗണാറിൽ നാം കണ്ട ടോൾ ബോയ് ഡിസൈൻ ഇപ്പോഴും അത് നിലനിർത്തുന്നു. യാത്രക്കാർക്ക് മതിയായ ഹെഡ്റൂം ലഭിക്കുന്നുണ്ടെന്ന് ഇത് ഉറപ്പാക്കുന്നു. മുൻവശത്ത് 10 ഇൻഡിക്കേറ്ററുകൾ മുകളിൽ സ്ഥാപിക്കുകയും പ്രധാന ഹെഡ്ലാമ്പ് യൂണിറ്റ് ബമ്പറിൽ സ്ഥാപിക്കുകയും ചെയ്യുന്നു. പ്രൊജക്ടർ ഹെഡ്ലാമ്പുകളാണ് വാഹനത്തിൽ സജ്ജീകരിച്ചിരിക്കുന്നതെന്ന് നമുക്ക് കാണാം. ഇതിന് താഴെയായി ഫോഗ് ലാമ്പുകളും സജ്ജീകരിച്ചിരിക്കുന്നു. എയർ ഉപയോഗിച്ചുള്ള കൂളിംഗ് ആവശ്യമില്ലാത്ത ഇൻറ്റേർണൽ കമ്പസ്റ്റർ എഞ്ചിൻ ഇല്ലാത്തതിനാൽ ദൃശ്യമായ ഗ്രിൽ വാഹനത്തിൽ ഇല്ല. എന്നാൽ വാഹനത്തിൻ്റെ ഇലക്ട്രിക് മോട്ടോറുകൾ തണുപ്പിക്കുന്ന ഫോഗ് ലാമ്പുകൾക്കിടയിൽ ഒരു എയർ ഡാം ഉള്ളതായി തോന്നുന്നു. സൈഡ് പ്രൊഫൈൽ വാഗണാറിന് സമാനമാണ്. ഇഗ്നീസിൽ നിന്നാണ് അലോയ് വീലുകൾ കടം എടുത്തിരിക്കുന്നത്. ആയതിനാൽ ടയർ വലുപ്പങ്ങളും ഇഗ്നീസിന് തുല്യമായിരിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. കൂടാതെ അലോയ്കൾക്ക് 15 ഇഞ്ച് വലുപ്പമുണ്ടാകും. മൾക്കി വീൽ ആർച്ചുകളാണ് വാഹനത്തിലുള്ളത്. വശങ്ങളിൽ നിന്ന് പിന്നിലേക്ക് വരുമ്പോൾ അവിടെ ഇപ്പോൾ ബ്ലാക്ക് ഔട്ട് ചെയ്തിരിക്കുന്ന വെർട്ടിക്കൽ ടെയിൽ ലാമ്പുകൾ കാണാം. ഒരു വാഷറും റിയർ വൈപ്പറും ഹൈ മൗണ്ടഡ് സ്റ്റോപ്പ് ലാമ്പും നിർമ്മാതാക്കൾ ഒരുക്കിയിരിക്കുന്നു. നമ്പർ പ്ലേറ്റിന് മുകളിൽ ഒരു ക്രോം സ്ട്രിപ്പും ഉണ്ട്. വാഗണാർ സ്റ്റിംഗ്റേയിൽ നാം കണ്ടതുപോലെ വാഹനത്തിൻ്റെ പേര് ഇതിൽ എഴുതപ്പെടുമെന്ന് കരുതാം. പിൻബമ്പറും പുനർരൂപകൽപ്പന ചെയ്തിട്ടുണ്ട്. ഇതിന് വെർട്ടിക്കൽ റിഫ്ലക്ടർ സ്ട്രിപ്പുകളും ഹൊറിസോണ്ടൽ ബ്ലാക്ക് വരയും ലഭിക്കുന്നു. അകത്തളവും വാഗണാറിന് കാണുന്നതുമായി സാമ്യമുള്ളതായിരിക്കാം. ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റത്തിനായുള്ള ഫോൺ കൺട്രോളുകളും ഓഡിയോ കൺട്രോളുകളും അതേ 3 സ്പോക്ക് സ്റ്റിയറിംഗ് വീൽ ലഭിക്കും എന്ന് പ്രതീക്ഷിക്കാം. ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോളും വാലറ്റുകളും മൊബൈൽ ഫോണുകളും സൂക്ഷിക്കാൻ ഉപയോഗിക്കുന്ന ഒരു ക്ലബ്ബി സ്പേസും വാഹനത്തിലുണ്ടാവും. ഇതൊരു AMT ഗിയർ ലിവർ ഉപയോഗിക്കുന്നു. ബാറ്ററി നിലയും ശ്രേണിയും പ്രദർശിപ്പിക്കുന്ന ഒരു ചെറിയ ഡിസ്പ്ലേയുള്ള ഒരു അനലോഗ് യൂണിറ്റാണ് ഇൻസ്ട്രുമെൻ്റൽ ക്ലസ്റ്റർ. മാരുതി വാഗണാർ EV വിപണിയിൽ എത്തിയാൽ രാജ്യത്തെ ഏറ്റവും താങ്ങാനാവുന്ന EVകളിൽ ഒന്നായി മാറും എന്നതിൽ സംശയമില്ല. രാജ്യത്തെ ഏറ്റവും വലിയ ഓട്ടോമൊബൈൽ നിർമ്മാതാക്കൾ ഇതിനകം CNG പവർ വാഹനങ്ങളിലും മൈൽഡ് ഹൈബ്രിഡ് സാങ്കേതികവിദ്യയിലും കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. 1.5 ലിറ്റർ ഡീസൽ എഞ്ചിൻ തിരികെ കൊണ്ടുവരാനുള്ള പദ്ധതി കമ്പനി ഉപേക്ഷിച്ചിട്ടുണ്ട്. മാരുതി സുസുക്കി ഇതിനകം ഫാക്ടറി ഫിറ്റഡ് CNG വാഹനങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു. ബ്രാൻഡിൻ്റെ ചില വാഹനങ്ങൾക്ക് SHVS മൈൽഡ് ഹൈബ്രിഡ് സാങ്കേതികവിദ്യയുമുണ്ട്. സ്വിഫ്റ്റ്, വിറ്റാര, ബ്രസ, ഡിസയർ എന്നിവയ്ക്ക് ഉടൻ CNG പവർ ട്രെയിൻ ലഭിക്കുകയും കമ്പനിയുടെ വരാനിരിക്കുന്ന വാഹനങ്ങൾക്ക് മൈൽഡ് ഹൈബ്രിഡ് സാങ്കേതികവിദ്യ ലഭിക്കുകയും ചെയ്യും. ഇലക്ട്രിക് വാഹനങ്ങൾക്ക് ഇന്ത്യയിൽ പ്രവർത്തിക്കാൻ കഴിയുമെന്ന് ടാറ്റ മോട്ടോഴ്സ് ഇതിനകം തെളിയിച്ചിട്ടുള്ളതിനാൽ നിർമ്മാതാക്കളുടെ പുതിയ ശ്രദ്ധ ഇലക്ട്രിക് വാഹനങ്ങളാകാം. നെക്സോൺ EV ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെടുന്ന ഇലക്ട്രിക് വാഹനമാണ്. കൂടാതെ ടാറ്റ മോട്ടോഴ്സ് അടുത്തിടെ tigore EV പുറത്തിറക്കിയിരുന്നു. tigore EV ഇപ്പോൾ നമ്മുടെ രാജ്യത്തെ ഏറ്റവും വില കുറഞ്ഞ ഇലക്ട്രിക് വാഹനമാണ്. tigore EVയെക്കുറിച്ച് ഒരു വീഡിയോ നമ്മൾ ചെയ്തിരുന്നു. കൂടാതെ മാരുതി സുസുക്കി ഡിസയറിൻ്റെ EV കൺവേർഷൻ കിറ്റിനെ കുറിച്ചും വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ എല്ലാം ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടിയ ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. അടുത്തൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. താങ്ക് യു.